മുഖലക്ഷണമെന്ന് പറയണ്ട. ഐശ്വര്യക്കെട്ട മുഖമാ. ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കില്ല. കയ്യിൽ വെച്ചോണ്ടില്ലെന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. എനിക്കൊരു കത്തുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങി വാ. ഈ തെങ്ങ് മുഴുവൻ കയറിയിട്ടേ ഞാൻ ഇറങ്ങുന്നുള്ളൂ. എന്നാ കത്ത് ഞാൻ തിരിച്ചയക്കും. നീ എങ്ങോട്ടെങ്കിലും അയക്കേ. നിന്നോടല്ലടാ ഇറങ്ങി വരാൻ പറഞ്ഞത്. ഇതൊരു ശല്യമായല്ലോ. നിന്റെ ഒടുക്കത്തെ ഒരു കത്ത് ഇന്ന് നിന്റെ പോസ്റ്റ് ഓഫീസ് ഞാൻ കത്തിക്കൂടാ. എന്താ പറ്റി പറഞ്ഞത്? നീ എന്റെ പോസ്റ്റ് ഓഫീസിൽ എത്തിക്കുന്നു. പോസ്റ്റ് ഓഫീസിൽ എത്തിക്കോടാ. എന്താ സംഘടന തെരഞ്ഞെടുപ്പ് നടക്കുന്നോടെ? സാറേ, ഇവൻ പറയുന്നു എന്റെ പോസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്ന്. ഗോപാലിന്റെ പോസ്റ്റ് ഓഫീസ് ഒരുത്തനും കത്തിക്കില്ല. ഞാനില്ല ഇവിടെ. സാറിന് ലെറ്റർ വല്ലതും വേണോ? എത്ര എണ്ണം വേണമെങ്കിലും ഞാൻ കൊണ്ടുതരാം. അത് ഞാൻ പോസ്റ്റ് ഓഫീസിലൊന്ന് മേടിച്ചോളാം. ഗോപാലൻ വരട്ടെ സാറേ. പോസ്റ്റ് ഓഫീസ് കത്തിക്കുന്ന കാര്യം നീ അല്ലാതെ അവനോട് പറയൂ. അവൻ ഏറ്റവും ദേഷ്യമുള്ള വാക്കാണത്. കൊല്ലാൻ വരെ മടിക്കില്ല, അറിയോ? തേങ്ങ ഇവിടെ. അയ്യോ, എന്റെ തേങ്ങ ഇവിടെ. സാറ് ഒന്നും കണ്ടു പേടിക്കണ്ട. ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നോളൂ. ആരുമായിട്ട് കൂടുതൽ അടുക്കാൻ നിൽക്കണ്ട. ഇന്ന് 5 മനക്കൽ അമ്പലത്തിലൊരു നാടകമുണ്ട്. ഞാനൊന്ന് മുങ്ങും. ഞാനാണ് പ്രധാന പ്രേക്ഷകൻ. ഇഞ്ചക്ഷനൊക്കെ ലീലാമ്മ സിസ്റ്റർ കൃത്യസമയത്ത് തന്നോളൂ. ഞാൻ പറട്ടെ. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഗുഡ് മോർണിംഗ്. പിന്നെ അതിനുശേഷം ഭ്രാന്തന്മാരുടെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. മിസ്റ്റർ പോൾരാജ് എന്താ ഈ ഹോസ്പിറ്റലിൽ തന്നെ എപ്പോഴും ചുറ്റി നടക്കുന്നത്? അത് പിന്നെ ആദ്യത്തെ സംസാരവും പെരുമാറ്റവും കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എനിക്കും ഭ്രാന്തായിരിക്കും. നമ്മൾ നോർമൽ ആണെന്ന് കരുതുന്ന പലരും ഭ്രാന്തന്മാരായിരിക്കും. ഭ്രാന്തന്മാരാണെന്ന് കരുതുന്ന പലരും നോർമലും ആയിരിക്കും. ഇവരുടെ കൂടെ ഇങ്ങനെ കഴിഞ്ഞ് ബീനയ്ക്കും വട്ടായി പോകുന്ന എന്റെ പേടി. അല്ല, കർത്താവിന്റെ കൃപ കൊണ്ട് അങ്ങനെയൊന്നും ആവില്ല. എന്നാലും സിസ്റ്ററിന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലില് ട്രൈ ചെയ്തൂടെ? കിട്ടണ്ടേ? ഇത് എന്നെ എത്ര പേര് റെക്കമെൻഡേഷൻ കൊണ്ടാ കിട്ടിയെന്നറിയോ? അല്ല, എന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഞാൻ ബീനയ്ക്ക് ഒരു ജോലി ശരിയാക്കി തന്നാൽ അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഞാൻ ധന്യനായി. ഈ പുത്തമ്പുരക്കൽ ദേവസി മകൻ രാമകൃഷ്ണൻ നായർ ആരാ? അയ്യോ, ഞാനല്ല. നീയല്ലേ? ഞാനായിരിക്കും. എടാ വാമന, നീയല്ല നമ്മളെ വാമനെ ചവിട്ടിച്ചാത്തിയത്. നീ അല്ലേ? അന്നാലും നിന്നെ നമ്മള് ചവിട്ടിച്ചാത്തും. ഈ ഗേറ്റ് വിട്ട് ഒറ്റ ഒരുത്തനും പുറത്തു പോരുത്. ഈ ഗേറ്റ് വിട്ട് പുറത്തു പോകൂല. ആ ഗേറ്റ് വിട്ട് എനിക്കൊരു എഴുത്ത് കൊടുക്കാവോ? എഴുത്തൊക്കെ ആവശ്യക്കാർ പോസ്റ്റ് ഓഫീസിലൊന്നും മേടിച്ചോളൂ. താമ്പോ. ഹലോ, നീ ഇതെവിടെ പോയി കിടക്കുക? എനിക്ക് നിന്നെ പോലെ രോഗമൊന്നുമില്ലല്ലോ. ഞാനൊരു സ്വതന്ത്ര പക്ഷിയാണ്. ഐ എം എ ഫ്രീ ബേർഡ്. പുതിയ ഷർട്ടും വേണ്ടോ? കൊള്ളാമോ? സത്യം പറ, നീ പിന്നെ എമിനോട് അമ്മയുടെ ഒന്ന് പൈസ മേടിച്ചോ? നിന്റെ ബുദ്ധി അപാരം തന്നെ. വാങ്ങിച്ചു. അതെ, ഞാൻ എനിക്കൊരു 10 ജോഡി ഷർട്ടും പാന്റും വാങ്ങിച്ചു. നോക്കണ്ട, നിനക്കൊരു 2 ജോഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. നോക്ക്, ഡോക്ടറുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ പ്രധാന കമാൻഡറാക്കാൻ പോകുന്നത് ആ സിസ്റ്ററിനെയാണ്, സിസ്റ്റർ ബീന. നിനക്ക് ഒരു നേരത്തെ പരിചയമുണ്ടോ? പരിചയമായി. ഇപ്പൊ ചെറിയ ലൈനുമായി. ഇനി ആ വള്ളിയിൽ പിടിച്ച് ഞാൻ കയറും. ഈശ്വര, ഇവൻ ചെയ്യുന്ന എന്തെന്ന് ഇവൻ അറിയുന്നില്ല. ഈ തെണ്ടിയോട് പൊറുക്കണമേ. ഞാൻ ചെയ്തതെല്ലാം വേറൊരു തെണ്ടിയോട് ഏറ്റു പറഞ്ഞത് മാത്രമാണ് എന്റെ തെറ്റ്. ഈശോയെ, മതി, കോമഡി നിർത്ത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് രാത്രി നീ കാറുമായിട്ട് ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്യണം. മദ്രാസിലേക്ക് പോകാനുള്ള എല്ലാ ഒരുക്കത്തോടും കൂടി യമുനയുടെ അമ്മച്ചി കൂടി കൂട്ടിക്കാം. കൃത്യം 12 മണിയാകുമ്പോൾ ഞാൻ യമുനയെ രക്ഷപ്പെടുത്തി ഗേറ്റിന് പുറത്തു വരാം. ആ ബീനയുടെ സഹായം കൂടി നമുക്ക് വേണ്ട. ആരുടെ സഹായവും വേണ്ട. ഓണത്തിനിടയിൽ അവരൊരു പൂട്ട് വെച്ചോടും. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. മോർണിംഗ്. കൂട്ടുകാരൻ നോർമലായി വരുന്നുണ്ടല്ലോ. എന്നാലും ചില കാര്യങ്ങൾ ഒത്തു വന്നാലേ ഇവൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആവാൻ പറ്റൂ. അല്ല, എന്താ അത്? രോഗം പൂർണ്ണമായിട്ട് ഭേദമായാലല്ലേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും. ഞാൻ കാറിന്റെ അയ്യോ,
യമുനയല്ലേ? ഞാനാണ് പോസ്റ്റ്മാൻ ഗോപാലിന്റെ അടുത്ത് കുറിപ്പ് കൊടുത്തയച്ചത്. സെൽ നമ്പർ G11 കിടക്കുന്ന പ്രഭാകരൻ. അമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. യമുനയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ ഞാൻ ഈ വേഷം കുട്ടി ഇതിനകത്ത് കിടക്കുന്നത്. ഇന്ന് രാത്രി നമുക്കിവിടുന്ന് രക്ഷപ്പെടണം. 12 മണി കഴിയുമ്പോ ഞാൻ വരും. റെഡി ആയിരിക്കണം. ഇപ്പൊ ഏതായാലും നോർമൽ ആയിട്ടുണ്ട്. ഇനി ഇഞ്ചക്ഷൻ കൊടുക്കണ്ട. പിൽസ് കണ്ടിന്യൂ ചെയ്യട്ടെ അല്ല ഡോക്ടർ? അത് മതി. ഞാൻ താഴെ ഉണ്ടാകാം. ഡോക്ടർ അങ്ങോട്ട് വരില്ലേ? ശരി വരാം. ഓക്കെ. തെങ്ങാണോ ആദ്യം വന്നത് അതോ തേങ്ങയാണോ ആദ്യം വന്നതെന്ന്? തേങ്ങും തേങ്ങായൊക്കെ വരുന്നതിന് മുമ്പേ തെങ്ങോടുകൂടി ഒരു തേങ്ങായാ വന്നത്. ഓഹോ, നീ അത്രയ്ക്കായോ? നിന്നെന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. ആ ലീലാമേ, ഈ പേഷ്യന്റിനെ വേഗം ഷോക്ക് റൂമിൽ കൊണ്ടുവരൂ. അറ്റൻഡൻസിന് വിളിക്കേ, വേഗം വേണം. താനെന്താ ഇവിടെ? ഇരുമ്പാണി തട്ടി മുളയാണി തീർത്ത് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലിന് 16 പൊൻപടം കൊടുത്തവൻ ചന്തു മാറ്റ ചുരിക ചോദിച്ചപ്പോ കത്തില്ല. ചേട്ടന്റെ പോസ്റ്റ് ഓഫീസിൽ ആരോ തീ വയ്ക്കുന്നു. അവന്മാരെ കത്തിക്കാൻ പോകുന്നു. ഇവന് കുറച്ച് കൂടുതലാ. ഒരു ഷോ കൊടുത്താലേ ശരിയാവുള്ളൂ. സൺ ഓഫ് ബിച്ച്. അവളെ പിടിച്ച് സെല്ലടക്കണോ? ഷോക്ക് റൂമിൽ കൊണ്ടുവരൂ. എനിക്ക് പ്രാർത്ഥില്ല, എനിക്ക് പ്രാർത്ഥില്ല. എല്ലാം ഞാനിപ്പോഴും അറിഞ്ഞത് സാറേ. ബഹളമൊന്നും ഉണ്ടാക്കരുത് പ്രത്യേകം പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. അതെങ്ങനെയാ? മനസ്സ് നിറയെ നാടകമല്ലേ? മലമ്പുഴയിൽ ഒരു കടം കഥ എന്ന നാടകത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് ഓർമ്മ വന്നതായിരിക്കും അല്ലേ? കുഞ്ഞിരാമ, എനിക്കൊരു സഹായം ചെയ്തു തരൂ. എന്താ സാറേ? എന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ കുഞ്ഞിരാമന് കഴിയോ? അത് വേണ്ട സാറേ. അത് നാടകലോകത്തിനൊരു തീരാ നഷ്ടമായിരിക്കും. ശരിക്കും അസുഖം മാറിയിട്ട് സാറ് പോയാൽ മതി. എനിക്ക് യാതൊരു അസുഖമില്ല കുഞ്ഞിരാമ. ഞാൻ ഭ്രാന്തനായിട്ട് അഭിനയിക്കുക. ഈശ്വര, ഷോക്ക് കൊടുത്തപ്പോ അസുഖം കൂടിയോ? ഞാൻ പറയുന്നത് വിശ്വസിക്കും കുഞ്ഞിരാമ. ഞാൻ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഏത് കുട്ടിയെ? മുകളിൽ സ്ത്രീകളുടെ വാർഡിൽ 4-ാം നമ്പർ സെല്ലിൽ കിടക്കുന്ന യമുനയെ. നല്ല കുട്ടിയാണല്ലേ. തലക്ക് സുഖമില്ലെങ്കിലും ആ കുട്ടിയെ കണ്ടപ്പോ മനസ്സ് നോർമലായല്ലേ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാറ്. അത് നമ്മൾ കലാകാരന്മാർക്കുള്ള ഒരു വീക്ക്നെസ് ആണ്. സത്യമാണ്. എനിക്ക് ഭ്രാന്തില്ല. എനിക്ക് ഭ്രാന്തില്ല. സാറ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. എന്തെങ്കിലും മരുന്നിന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉടനെ ഞാനേ തരാൻ പറയാം. എനിക്ക് ഭ്രാന്തില്ല. എനിക്ക് ഭ്രാന്തില്ല. എനിക്ക് ഭ്രാന്തില്ല. പ്രഭേ, എല്ലാം ഞാൻ അറിഞ്ഞു. കളി കാര്യമായ മട്ടാണല്ലോ പ്രഭേ. കാശും വേണ്ട, യമുനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ക്രെഡിറ്റും വേണ്ട. നമുക്ക് ഈ കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അത് ശരിയാവില്ല പോൾ. കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്ര നീക്കിയ സ്ഥിതിക്ക്. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ.
ചില പുതിയ കർമ്മ പരിപാടികളുടെ ഐഡിയ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. ഓപ്പറേഷന്റെ 2ാം ഘട്ടം നമ്മൾ ആരംഭിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എന്താ? ബീനയോട് ഒരു പ്രത്യേക കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനും സിസ്റ്ററും അല്ലാതെ വേറെ ആരും ഇത് അറിയാൻ പാടില്ല. അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ വെച്ച് പറയാതിരുന്നത്. കാര്യം പറയൂ. 11ാം നമ്പർ സെല്ലിൽ കിടക്കുന്ന എന്റെ സുഹൃത്ത് പ്രശാന്തിന് യാതൊരു അസുഖവുമില്ല. ഇതെന്ത് പറ്റി? അവിടെ കിടന്ന് കറങ്ങി കറങ്ങി അസുഖം ശരിക്കും പിടിച്ചോ? അല്ലെങ്കിലും സത്യം പറയുന്നവനെ ഭ്രാന്തനാക്കുന്ന ചരിത്രമല്ലേ നമുക്കുള്ളത്. അയാൾക്ക് അസുഖം കൂടുതലാണെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ അതേ പറയൂ. എന്നാൽ ഞാൻ പറയുന്നു അവന് ഭ്രാന്തില്ല. അവനെ പോലെ തന്നെ ഭ്രാന്തില്ലാത്ത മറ്റൊരാൾ കൂടി അവിടെയുണ്ട്. 4ാം നമ്പർ സെല്ലിൽ കിടക്കുന്ന യമുന. ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭ്രാന്തനായി അഭിനയിച്ച് അവൻ അവിടെ കഴിയുന്നത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഭ്രാന്തില്ലാത്ത ആരെങ്കിലും ഭ്രാന്താശുപത്രി കിടക്കുവോ? അതിന് കാരണമുണ്ട്. എന്ത് കാരണം? ആനകറ മലയിലെ ആടുകറ മലയിലെ എന്തോ കേറി വരുന്നു. മാറിക്കോട്ടെ സാറേ, തേങ്ങാക്കൊല ഉണങ്ങി കിടക്കുക വെട്ടി. അയ്യോ എന്റെ കുഞ്ഞിന്റെ തലേ തേങ്ങ വീട്. അയ്യോ ഓടിവായോ. പാവം തെങ്ങേറ്റക്കാരനായിരുന്നു. തേങ്ങ ഇട്ടപ്പോ ഒരെണ്ണം ഒരു കുട്ടിയുടെ തലയിൽ വീണു. കുട്ടി ചത്തുപോയി. അന്ന് തുടങ്ങിയതാ. വിമൻസ് കോളേജിൽ ലെറ്റർ കൊടുത്തിട്ട് വരട്ടെ. പെണ്ണുങ്ങൾക്ക് ലെറ്റർ കൊടുത്താണല്ലോ ഈ പരുവത്തിലായത്. നിനക്ക് ഇവിടുന്ന് അസുഖം ഭേദമായിട്ട് പോകണമെന്ന് ഒട്ടും ആഗ്രഹിക്കും. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. ലുക്കാ പട്ടുകയിലെ ഖേദ് ഹേ. മതി മതി മതി. അയ്യോ, 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 അയ്യോ. സാറേ, മോഹച്ചുള്ള പക്ഷിയിലെ നരേന്ദ്രനാഥ് അത് വേണ്ട സാറേ. ക്ഷമ ചോദിക്കാൻ ആൻസി എന്നോട് എന്ത് തെറ്റാ ചെയ്തത്? മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങുമ്പോ പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ യാന്ത്രികമായിരിക്കും. സാറ് വരൂ. വാന്നേ. നിക്കണവിടെ. വാടാവിടെ. ആഹാ, നീ പോവാണല്ലേ. നിന്നെ ഒരു ദിവസം എന്റെ കൈ കിട്ടും. കഴിവറടാ മോനെ. മിണ്ടരുത്. മിണ്ടാതെ അവിടെ ഇരുന്നോളണം. നീ പോഴെ അവിടുന്ന്. നീ വലിയ പുണ്യാഹത്തൊന്നും ചമയണ്ട. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ആരോട് ചോദിച്ചിട്ടാണ് സെല്ലിൽ കിടന്ന യമനെ പുറത്തു കൊണ്ടുപോയത്? ഇടയ്ക്ക് ആ കുട്ടിയെ പുറത്തു കൊണ്ടുപോകാറില്ല ഡോക്ടർ. മാത്രമല്ല നോർമൽ ആണെന്ന് തോന്നി. പ്രത്യേകിച്ച് ഡോക്ടറുടെ കസിൻ അല്ലേ. നോക്ക്, ഹോസ്പിറ്റലിനകത്ത് സ്വന്തവും ബന്ധവും ഒന്നുമില്ല. ഡോക്ടറും പേഷ്യന്റുമാണ്. യമുന മതിൽ ചാടി പുറത്തു പോയിരുന്നെങ്കിലോ ആര് സമാധാനം പറയും? ഇനി എന്നോട് ചോദിക്കാതെ സെല്ലിൽ കിടക്കുന്ന ആരെയും പുറത്തിറക്കണ്ട. പൊയ്ക്കോ. ദേ, സ്പോർട്സിലുള്ള മെരിറ്റ് ഒന്നും ഇതിനകത്ത് വേണ്ട. മതിലുകാരി രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? ഇനി ഈ സെല്ല് വിട്ട് നീ പുറത്തു പോവില്ല. എന്ത് പറ്റി സിസ്റ്റർ? കയ്യിന്ന് വിട്ടുപോയതാ. സൂക്ഷിക്കണേ, കൈ മുറിയും. യമനയ്ക്ക് വേഗം അസുഖം മാറി ഇവിടുന്ന് പോണമെന്നില്ലേ? എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ എനിക്ക് മരുന്നും ഇഞ്ചക്ഷനും ഷോക്കും ഒക്കെ തരുമായിരുന്നില്ലേ? ഇതുവരെ നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരുന്നത് വെറും വിറ്റാമിൻ ടാബ്ലറ്റ്സ് അല്ലേ? വെറും വിറ്റാമിൻ ടാബ്ലറ്റ്സ് കൊണ്ടാണോ ഇവിടുത്തെ പേഷ്യൻസ് അസുഖം മാറി തിരിച്ചു പോകുന്നത്?
സോറി യമുനെ. യമുനെ കുറിച്ചെല്ലാം ഞാൻ അറിഞ്ഞു. അറിഞ്ഞതെല്ലാം സത്യമാണോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റ്, അതാണ് ഈ കണ്ടത്. യമുനെ രക്ഷിക്കാൻ വന്ന പ്രഭാരനും സെല്ലിലാണ്. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട് സിസ്റ്റർ. ആഹാ, സിസ്റ്ററോട് നിൽക്കുകയാണോ? ലീലാമ്മ സിസ്റ്റർ അന്വേഷിക്കുന്നുണ്ട്. മേൽവാടിൽ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. വേഗം ചെല്ലു.